വെൽക്കം ടു രൂപാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ സോയാ ചങ്കും മുട്ടയും ചേർത്തിട്ട് നല്ലൊരു റോസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണം. നമ്മൾ ചപ്പാത്തിക്ക്, അപ്പത്തിന്, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണ്. ഓക്കെ, നമ്മൾ ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം. അപ്പം നമ്മുടെ സോയാ ചങ്കും മുട്ടയും ചേർത്തുള്ള ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ 1 കപ്പ് സോയാ ചങ്ക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു 2 മിനിറ്റ് വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ട് വേവിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് ഇട്ടിരുന്നാൽ മതി. ഓക്കെ, അപ്പം തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുള്ളൂ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നേ. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ, 2 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു സ്ട്രെയിനിൽ വെച്ച് ഡ്രെയിൻ ചെയ്യാനായിട്ട് വയ്ക്കണം. അതിലുള്ള വെള്ളമൊക്കെ ഊറ്റിക്കളയണം. ഇതുപോലൊരു സ്ട്രെയിനർ എടുത്താൽ മതി. ഓക്കെ, തണുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ അതിനുള്ള എക്സസ് ആയിട്ടുള്ള വാട്ടറൊക്കെ ഒന്ന് മാറിക്കിട്ടാനാണ്. ചൂടോടുകൂടി പറ്റില്ല, തണുത്തതിന് ശേഷം. അപ്പോൾ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് പൊടികളൊക്കെ ചേർക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി വന്നിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇല്ലയെന്നുണ്ടെങ്കിൽ മൈദ ചേർത്താലും മതി കേട്ടോ. കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. മൈദയും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 മുട്ട ഞാനിതിൽ പൊട്ടിച്ചൊഴിക്കുന്നു. 2 മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ കേട്ടോ, ഇത്രയ്ക്കും. ഓക്കെ, ഇപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. എരിവുള്ള മുളക് പൊടി 1 സ്പൂൺ ഇട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ചൂടാക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. അതൊന്ന് ചൂടാകട്ടെ. ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മീൽ മേക്കർ ഉണ്ടല്ലോ, സോയാ ചങ്ക്, അത് ഒന്നോടൊന്ന് ഒട്ടിപ്പിടിക്കാതെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചോണേ. മീഡിയത്തിന് ലോക്ക് ഇടയ്ക്ക് ഫ്ലെയിം വെച്ചിരുന്നാൽ മതി. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. എന്നുവെച്ചാൽ നമ്മൾ മീൽ മേക്കർ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടോ, ആ മുട്ടയൊക്കെ നല്ല രീതിയിൽ അതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ പാൻ തന്നെ ഞാൻ വച്ചിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. എണ്ണ ഒന്ന് ചൂടാകട്ടെ.
കുറച്ച് ഇഞ്ചി, 1 ഇഞ്ച് നീളത്തിനുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ കാണും. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, രണ്ടും കൂടെ ഒന്ന് വഴട്ടാം. 2 പച്ചമുളക്, രണ്ട് സവാള ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർക്കുന്നേ. നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ സവാള നല്ല രീതിയിൽ വഴണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കണം. നമ്മൾ നേരത്തെ പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട് അത് ഫ്രൈ ചെയ്യാനായിട്ട്, അതുകൊണ്ട് ഇതിൽ പെപ്പർ പൗഡർ കുറച്ചിട്ടാൽ മതി. മുളക് പൊടി അതേപോലെ നിങ്ങളുടെ എരിവ് നോക്കിയിട്ടോണം കേട്ടോ. എരിവ് കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ എരിവ് കുറച്ചിടണം. അപ്പോൾ 1 വലിയ ടൊമാറ്റോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുത്തോണേ. അപ്പോൾ ഇത് നല്ല രീതിയിൽ വഴറ്റണം. മൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. തുറന്ന് നോക്കാം, കണ്ടോ ടൊമാറ്റോ നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൽ മേക്കർ, അതായത് സോയ ചങ്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് സാൾട്ട് കറക്റ്റാണോ നോക്കിക്കോണേ. 2 മിനിറ്റ് നമ്മളിതെല്ലാം അരപ്പും കൂടെ നമ്മുടെ മീൽ മേക്കറിൽ പിടിച്ച് കിട്ടണം. റെഡിയായി. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. കണ്ടോ നമ്മുടെ മുട്ടയും മീൽ മേക്കറും ചേർത്തുള്ള റെസിപ്പി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.